ಭಸ್ಮರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. മുളം തണ്ടുകൾ പൂവായി പിറക്കുന്ന മഴയുടെ പുഴയുടെ ഭക്തിയുടെ മഹോത്സവമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. കണ്ണൂരിന്റെ കിഴക്കൻ ഭൂമികയിൽ വയനാടിന്റെ താഴ്വാരത്ത് വാവേലിപ്പുഴയുടെ തീരത്ത് ഇനി ഉത്സവത്തിന്റെ 28 ദിനരാത്രങ്ങൾ. ഇടവപ്പെയ്ത്തിന്റെ മനോഹാരിതയിൽ, ആരണ്യക വിശുദ്ധിയിൽ, നൂറ്റാണ്ടുകളുടെ ആചാരാനുഷ്ഠാന പുണ്യവുമായി വീണ്ടും ഒരു കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. വിശ്വാസ പ്രമാണങ്ങളെ തെല്ലും മാറ്റാതെ പൈതൃകമായി പാരമ്പര്യമായി ആചരിച്ചു പോകുന്ന മഹാക്ഷേത്രം. 2025 പ്രധാനപ്പെട്ട ഉത്സവ ദിനങ്ങൾ. ജൂൺ 8 നെയ്യാട്ടം. പ്രക്കുഴം നാൾ മുതൽ തുടങ്ങുന്ന വ്രതശുദ്ധിയിൽ നെയ്യമൃത് വ്രതക്കാർ ദൂരങ്ങൾ കാൽനടയായി താണ്ടി കൊട്ടിയൂർ പെരുമാളിന് അഭിഷേകം നടത്തുന്ന ദിനം. 11 മാസത്തെ മൃണ്മയ സുസുപ്തിയിൽ നിന്ന് പെരുമാൾ ഉണരുന്ന ദിനം. ജൂൺ 9 ഭണ്ണാരം എഴുന്നള്ളത്ത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ആഭ്യന്തര തലസ്ഥാനമായ മണത്തണയിൽ നിന്നും ഏഴില്ലക്കാരും കുടിപതികളും അവകാശികളും ചേർന്ന് പെരുമാളിന്റെ ഭണ്ണാരങ്ങളും ആഭരണങ്ങളുമായി കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന ദിനം. ഭഗവതിയുടെ നിർദ്ദേശപ്രകാരം ഗോപുരനട തുറന്നാണ് ഭണ്ഡാരങ്ങൾ പുറത്തെടുക്കുന്നത്. ആചാര അനുഷ്ഠാന ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഭണ്ണാരം എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. നാടുവാട് നാടുസ്വാമിയുടെ പ്രതിയാക്കപ്പെട്ട സമുദായപ്പെട്ടവരെ,
ഓടക്കാട്ടിലച്ഛന്റെ സ്വർണ്ണ ഭണ്ണാരം പള്ളി ഉണ്ണാരത്തിന്റെ ബന്ധനങ്ങൾ നീക്കാനായിക്കൊണ്ടുള്ള വസ്തു അല്ലെ, താക്കോലായിരിക്കുന്ന അവസ്ഥകൾ അല്ലെ, ബന്ധനം നീക്കാനായിട്ടുള്ള വസ്തുക്കളൊക്കെ മാതാവ് എന്റെ മേപ്പാട്ട് പണാളം പക്കൽ മാതാവ് അവിടെ കൊടുക്കുന്നുണ്ട്. അതേ പ്രാക്കില്ലാത്തതിന്റെ കൃത്യം പോലെ അല്ലെ, കണക്കപ്പുള്ള അതിന്റെ കൃത്യം പോലെ എണ്ണവും വണ്ണവും കണ്ടു കൊണ്ടുകൽപ്പിക്കുക. അതേ പ്രാകൽപ്പിക്കുന്ന കാര്യത്തിൽ മാതാവ് ഇവിടെ നിന്ന് എന്റെ ശ്രീമഹാതലത്തിന്റെ സംവിധാനപ്പെട്ട ആയിലാറാവിലും അമ്മാറക്കലമായിട്ട് ചെണ്ണമണ്ണാർത്ത് ഹൃദയമായിട്ട് കൂടെ നിലനിന്നു. കർമ്മങ്ങൾ പൂർത്തീകരിച്ചു തിരിച്ചു കൊണ്ട് കൽപ്പിക്കും വരെ യാതൊരു ആപത്തോ യാതൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ വരാക്കണം. പരാശക്തിക അമ്മ കൂടെ ഉണ്ടായ മതില്ലോ. സമുദായപ്പെട്ടേ എന്നാൽ ഇപ്പോഴത്തെങ്കിൽ മാതാവ് കരിമ്പനക്കാത്തു ന്യാസമായിട്ട് എടുത്തു. കർമ്മങ്ങള് അന്ത്യകണ്ഠത്തിലൊക്കെ വാങ്ങിനിച്ചു. എന്റെ ദാനാറ വിട്ടയച്ചു. ശിശുലഭങ്ങൾ കർമ്മങ്ങൾ വാങ്ങിനിക്കുന്ന വഴികളൊക്കെ കണ്ടുവെക്കട്ടെ. സമുദായപ്പെട്ടേ എന്നാൽ ഇപ്പോഴത്തെങ്കിൽ മാതാവ്. ജൂൺ 15 തിരുവോണാരാധന. ജൂൺ 17 ഇളനീർ വെപ്പ്. കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്രതക്കാർ 10,000-കണക്കിന് ഇളനീർ കുലകൾ പെരുമാളിന് സമർപ്പിക്കുന്ന സുദിനം. ജൂൺ 18 അഷ്ടമി ആരാധനയും ഇളനീറാട്ടവും. ജൂൺ 20 രേവതി ആരാധന. ജൂൺ 24 രോഹിണി ആരാധന. ജൂൺ 26 തിരുവാതിര ആരാധന. ജൂൺ 30 മകം കലംവരവ്. അന്ന് ഉച്ചവരെ മാത്രമേ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. ജൂൺ 4 തൃക്കലശാട്ടോടെ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും. ഓരോ ഉത്സവത്തിനും 30 ലക്ഷത്തിൽ പരം ആളുകളാണ് ഈ ക്ഷേത്രമില്ല ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇടവം 25 മുതൽ മിഥുനം 20 വരെ നടക്കുന്ന കൊട്ടിയൂർ മഹോത്സവവും കഴിഞ്ഞ് ഓടപ്പൂവും വാങ്ങി മടങ്ങുന്ന ഓരോ ഭക്തനും കാത്തിരിക്കുകയാണ് വീണ്ടും ഈ തിരുസന്നിധിയിലെത്താൻ.